കോഴിക്കോട് നിന്ന് കാണാതായ 13 വയസ്സുകാരനെ കണ്ടെത്തി. പൂനെ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നാണ് കുട്ടിയെ കേരള പോലീസ് കണ്ടെത്തിയത്. കുട്ടി പൂനെയിലേക്ക് ട്രെയിൻ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വേദവ്യാസ സ്കൂളിൽ 7ാം ക്ലാസ്സുകാരനായ ബീഹാർ സ്വദേശിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാണാതായത്. രമ്യ ദാസ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രമ്യ, എന്തായാലും കുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചതിൽ ആശ്വാസകരമായ വാർത്ത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രമ്യ, എപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയ വിവരം ലഭിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കാണാതെ 13 വയസ്സുള്ള കുട്ടിയാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന വിവരം വരുന്നത്. പൂനെ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നാണ് കുട്ടിയെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. രമ്യ ചേരുന്നു. രമ്യ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 24 കാണാതായ 13കാരനെയാണ് നിലവിൽ ഇപ്പൊ പൂനെയില് നിന്ന് നടക്കാവ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 24-ാം തീയതി ഈ ഹോസ്റ്റലില് കുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റലില് 3ാം നിലയിൽ നിന്നും കേബിൾ വഴി താഴേക്ക് ഇറങ്ങിയായിരുന്നു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം കോഴിക്കോടും പിന്നെ പാലക്കാടും കുട്ടി എത്തിയതായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ പാലക്കാട് എത്തിയതിനു ശേഷം കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ പോലീസിനും ചെറിയ ദുരൂഹതയുണ്ടായിരുന്നു. കാരണം കുട്ടി എങ്ങോട്ടാ പോയി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളോട് കുട്ടി സംസാരിച്ചിരുന്നത് പൂനെയിലേക്ക് പോകുമെന്ന തരത്തിലായിരുന്നു. തുടർന്ന് തന്നെ 3 സംഘങ്ങളായി നടക്കാവ് പോലീസ് 3 സംഘങ്ങളായി തിരിഞ്ഞ് പൂനെ, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ട്രിച്ചി ഉൾപ്പെടെ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ കുട്ടി പാലക്കാട് നിന്നും പൂനെ എക്സ്പ്രസിൽ, കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ കുട്ടി കയറുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും പുറത്തു വന്നത്. അതോടുകൂടി കുട്ടി പൂനെയിൽ തന്നെ ആവാൻ പോയിട്ടുണ്ടാവുക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കൂടുതൽ പരിശോധന പൂനെയിൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വൈകിട്ടോടുകൂടി പൂനെയിൽ നിന്നും ഈ നടക്കാവ് പോലീസിന് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആരുണ്യ. ശരി. കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.